പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് പല രീതിയിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഇംഗ്ലീഷ് മരുന്ന് പിന്നെ ആയുർവേദം ഹോമിയോ പല ട്രീറ്റ്മെന്റ് എടുത്തിട്ടും റിസൾട്ട് കാണാതെ വന്നിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വാങ്ങിയത്. അപ്പം ആദ്യം മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നാണ് എനിക്ക് ഈ അലർജി ഉള്ളതെന്ന് മനസ്സിലായി. ഞാൻ മിൽക്ക് പാല് ഉപയോഗിച്ചുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കി നോക്കിയപ്പോൾ അലർജി കുറവായിട്ട് കണ്ടു. അപ്പൊ പിന്നെ ഞാൻ ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ പിന്നെ 95 കവചപ്രാശം ആവിശ്വാസ് ഇത്തരം പ്രോഡക്ട്സ് ആണ് ഞാൻ ഉപയോഗിച്ചത്. അതിലൂടെ എന്റെ അലർജി പൂർണ്ണമായിട്ട് മാറി. ഇത് വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചാൽ പോലും ആദ്യം തൊണ്ട അങ്ങ് ചൊറിയും. തൊണ്ട ചൊറിഞ്ഞിട്ട് പിന്നെ തുമ്മലായി, പിന്നെ അങ്ങ് പനിയാവും. പനിയായിട്ട് ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് തന്നെ ഇങ്ങനെ തുടർന്ന് പോകുമായിരുന്നു. ഇപ്പൊ എനിക്ക് പാലൊഴിച്ച് ചായ കുടിക്കാം. ഞാൻ ഐസ്ക്രീം വരെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ അത് പൂർണ്ണമായിട്ടും മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മകന് 15 വയസ്സുള്ള മോനാണ്. മോന് ബേക്കറി സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ബേക്കറി സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിക്കും. വടി കൊണ്ട് അടിച്ച പോലെ തടിച്ചടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ അത് ഉണ്ടായിരുന്നു. പിന്നെ കാലിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവന്. കാലില് ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയതുപോലെ വന്നിട്ട് അത് മുഴുവൻ സ്പ്രെഡായി കറുത്ത നിറത്തി കിടക്ക് ഇങ്ങനെ സ്പ്രെഡായി വരുമായിരുന്നു. അപ്പൊ അവന് ഇതുപോലെ ഞാൻ നമ്മുടെ പ്രോഡക്ട്സ് കൊടുത്തു. ആന്റി അലർജി ബ്ലഡ് പ്യൂരിഫയർ കവചപ്രാശം 95 ഈ ഉൽപ്പന്നങ്ങള് ഒരു 4 മാസത്തോളം അവൻ കഴിച്ചു. അവനിപ്പോ ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കാം. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനാണ്. യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഞങ്ങൾക്ക് റിസൾട്ട് ഒക്കെ കണ്ടപ്പം എന്റെ ഹസ്ബൻഡ് ഉപയോഗിക്കാൻ തയ്യാറായി. ഹസ്ബൻഡ് ആദ്യമൊന്നും ഒട്ടും സമ്മതിക്കില്ലായിരുന്നു, ഉപയോഗിക്കാനേ സമ്മതിക്കില്ലായിരുന്നു. അപ്പം ഈ റിസൾട്ട് ഒക്കെ കണ്ടപ്പോ പുള്ളിക്കും ഒരു താല്പര്യമായി. പുള്ളിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. അപ്പൊ മുട്ടില് ഭയങ്കര നീരും വേദനയായിരുന്നു. നമ്മള് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അവസാനം നമ്മള് പെരുമ്പാവൂര് വരെ പോയി. പെരുമ്പാവൂര് അവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ വരെ പോയി. കുറെ മരുന്നൊക്കെ കഴിച്ചു. കഴിച്ചപ്പോ കുറച്ച് ആശ്വാസം ഉണ്ടെന്നല്ലാണ്ട് പിന്നെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും മാറിയില്ല. അപ്പം നമ്മുടെ ചാമ്പി തൈലം, നോവേദന ജെല്ല്, ക്യാപ്സ്യൂള്, മുരിങ്ങ, ലിബഗൈൻ ഇത്തരം സാധനങ്ങള് കഴിക്കൂ. പുള്ളി കഴിക്കാൻ തയ്യാറായി. അതിലൂടെ പുള്ളിക്ക് പൂർണ്ണമായിട്ട് മാറി. അതുകൂടാതെ ഒരു ആക്സിഡന്റിൽ കൈ പൊക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതും ഈ ചാമ്പി തൈലവും നോവേദന ജെല്ലും പിന്നെ ക്യാപ്സ്യൂളും ഉപയോഗിച്ചിട്ട് അതും പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ നല്ല പൂർണ്ണ ആരോഗ്യവാനാണ്. ശബരിമലയ്ക്കൊക്കെ എല്ലാ മാസവും പോകുന്നുണ്ട്. ആള് ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പുള്ളി തന്നെയാണ് ഇപ്പൊ മുൻകൈ എടുക്കുന്നത്. എന്നെക്കാളും കൂടുതൽ പുള്ളിയാണ് ഇപ്പൊ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പൊ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഊന്നിയുള്ള ബിസിനസ് ആയതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറായത്. 1/2/26 വീട്ടിൽ വെച്ചൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് സെറിമണി നടത്തി മഹത്തായ ബിസിനസ് ഞാൻ ഏറ്റെടുത്തു. പിന്നെ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ 75, ഞാൻ 3-4 ഇതേ പറയുന്നുള്ളൂ, സമയക്കുറവ് മൂലം 3-4 എക്സ്പീരിയൻസ് പറയുന്നുള്ളൂ. 75 വയസ്സായ സുഹൃത്തിന്റെ 75 വയസ്സായ അച്ഛന് ലിവറിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതാണ്. മഞ്ഞപ്പിത്തം കൂടിയിട്ട് ലിവറിൽ സ്റ്റെന്റ് ഇട്ടിരിക്കുകയായിരുന്നു. സർജറി പറഞ്ഞ കേസാണ്. അപ്പൊ നമ്മള് പുള്ളിയുടെ മക്കളുമായിട്ട് സംസാരിച്ചു. മകളുടെ നേഴ്സാണ്, വിദേശത്താണ്. അപ്പൊ മകള് വന്നപ്പോ നമ്മള് അവരുമായിട്ടൊന്ന് സംസാരിച്ച് അവര് ഈ പ്രോഡക്റ്റ് കഴിക്കാൻ തയ്യാറായപ്പോ നമ്മൾ അവർക്ക് കൊടുത്തത് 95 ലിവഗൈൻ, ഫീലിംഗ് അയൺ ലിക്വിഡ് സിറപ്പ്, സ്പൈറുനില, പ്രോട്ടീൻ പൗഡർ ഇത്ര സാധനങ്ങളാണ് കഴിച്ചത്. അപ്പൊ അതിലൂടെ അവര് കഴിച്ചപ്പോ അവർക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഡോക്ടേഴ്സിന് ഭയങ്കര ആശയക്കുഴപ്പം. അവര് പിന്നെയും ഇവരെ കൊണ്ട് സ്കാൻ ചെയ്യിക്കുക. അവസാനം ഇവർക്കും കൺഫ്യൂഷനായി. ഇവരും എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക, ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, കുറവില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ നമുക്കും ആകെ ടെൻഷനായി. അവസാനം ഇവര് തന്നെ പെറ്റ് എടുക്കാന്നും പറഞ്ഞു. അപ്പൊ അതാവുമ്പോ ശരീരത്തെ എവിടെ ഉണ്ടെങ്കിലും ക്യാൻസറിന്റെ ഒരു ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും കണ്ടെത്താന്നാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെ പെറ്റ് എടുത്തു. പെറ്റ് സ്കാനില് ഡോക്ടേഴ്സിന് സമ്മതിക്കേണ്ട വന്നു, വേറെ സ്പ്രെഡിങ് ഒന്നുമില്ല,
എന്നുള്ളത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കീമോ ചെയ്യാം, എന്നാ സർജറി ഒഴിവാക്കാം, കീമോ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു സ്പ്രെഡിങ് ഇല്ലെങ്കിൽ പിന്നെ കീമോയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പൊ 6 മാസമായി പുള്ളി കഴിക്കണം, ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു. അതൊരു റിസൾട്ട്. പിന്നെ 80 വയസ്സായ ഞങ്ങളുടെ അമ്മാവൻ, പുള്ളിയുടെ ഹസ്ബൻഡിന്റെ അമ്മയുടെ ആങ്ങളെയാണ്. പുള്ളി എപ്പോഴും ഇവിടെ വന്ന്, ഞങ്ങള് മുകളിലാണ് താമസിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പൊ പുള്ളി താഴെ വന്ന് നിൽക്കും, ഇങ്ങോട്ട് കയറൂല. ചോദിക്കുമ്പോ മുട്ടുവേദനയാന്ന് പറയും, എപ്പോഴും പറയും. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ പങ്കെടുത്ത് കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിയതാ. എന്നിട്ട് പുള്ളി പ്രോഡക്റ്റ് കൊണ്ടുപോയി ഉപയോഗിക്കാൻ തുടങ്ങി. പുള്ളിക്ക് റിസൾട്ട് കിട്ടിയതോടെ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോ തന്നെ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് വേദനയൊക്കെ കുറവുണ്ട്. പുള്ളിക്ക് വെരിക്കോസ് ഉണ്ട്, മറ്റേ വെരിക്കോസ് അൾസറാണ്. അപ്പം അതും കൂടി ഉള്ളത് കൊണ്ട് പുള്ളിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്ക് നമ്മൾ കൊടുത്തത് നോവേദന ക്യാപ്സൂള്, ജെല്ല്, നാൽസ്യം, ചാമ്പിത്തൈലം, വൂണ്ട് ഹീല്, ഇത്രയും പ്രോഡക്റ്റ് ആണ് പുള്ളി ഉപയോഗിച്ചത്. അപ്പം അതുപയോഗിച്ച് പുള്ളി ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അവര് സീനിയർ സിറ്റിസന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതിലൊക്കെ ഒന്ന് പറയണം, അമ്മാവന് കിട്ടിയ റിസൾട്ട് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു റിസൾട്ട്, കിഡ്നി സ്റ്റോൺ വന്നിട്ട് സഹപ്രവർത്തകര്, പുള്ളി വീണു. അപ്പൊ സഹപ്രവർത്തകര് എടുത്ത ആശുപത്രി കൊണ്ടുപോയ ആള്. ആ പുള്ളിക്ക് നമ്മള് 2 ആഴ്ചയായി യൂറിഫ്ലഷ് ക്യാപ്സ്യൂള് ലിക്വിഡ് നമ്മുടെ ഈ പ്രോഡക്റ്റ് കഴിക്കുന്നു. അപ്പം അതുകൊണ്ട് 6 mm വലിപ്പമുള്ള കല്ല് യൂറിനിലൂടെ പോയി. ഇനിയിപ്പോ 7 mm ഉണ്ടായിരുന്നു കല്ല്, അപ്പൊ 6 mm പോയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ പുള്ളി ഇട്ടിട്ടുണ്ട്, എനിക്ക് ഇട്ട് തന്നു പുള്ളി. പിന്നെ ബാക്കി ഉള്ള ആൾക്കാർക്ക് നമ്മള് പ്രോഡക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് ഇപ്പം മെയിൻ ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ചു പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കിഡ്നി സ്റ്റോണ്, പിന്നെ പിത്താശയക്കല്ല്, ഇതൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശരീരത്തിൽ നീർക്കെട്ട് മൂലം വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മ സന്ധിവാതം വന്ന ആളാണ്. ആള് രാവിലെ എണീക്കുന്നത് ഈ ചാമ്പിത്തൈലം തേച്ചുകൊണ്ടാണ് ആളുടെ ഒരു ദിവസം തുടങ്ങുന്നത്. ആള് ഹാപ്പിയാണ്. നമ്മുടെ പ്രോഡക്റ്റ് 95 അടക്കമുള്ള പ്രോഡക്റ്റ് ഒക്കെ ആള് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഔഷധപ്രാശം കഴിക്കുന്നുണ്ട്. ആള് ഹാപ്പിയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ മൾട്ടി ആക്ഷൻ കോംപ്ലക്ഷൻ ക്രീം എന്റെ സഹോദരന്റെ മകൾക്ക് കൊടുത്തു. അവൾക്ക് മുഖം മുഴുവനും കുരുവായിരുന്നു. അപ്പൊ ഇത് കൊടുത്തതോടെ അവളുടെ കുരുവൊക്കെ മാറി, മുഖം നല്ല നീറ്റായി. പിന്നെ നമ്മുടെ അഗ്രോ പ്രോഡക്ട്സ്, ആഹാർ പ്രോഡക്ട്സ്, ഇതെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ അതെല്ലാമാണ് ഉപയോഗിക്കുന്നത്. അഗ്രോ പ്രോഡക്ട്സ് കൊണ്ട് ഇപ്പം 5 വർഷം ഞാന് ഈ പൈനാപ്പിള് വാങ്ങിയപ്പോ പൈനാപ്പിളിന്റെ തലയൊടിച്ച് കുത്തിയായിരുന്നു. സിറ്റി ഒക്കെ ആയതുകൊണ്ട് ഇവിടെ വലിയ കൃഷി സംഭവങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ അതിപ്പോ പുള്ളി പറിച്ചു കളയാൻ പോയപ്പോ ഞാൻ പറഞ്ഞു പറിച്ചു കളയണ്ട, അത് നമുക്കൊന്ന് താഴെ കുത്തി നോക്കാന്ന് പറഞ്ഞു വെറുതെ കുത്തിയിട്ട് നമ്മുടെ ഭൂവസ്ത്രം ഇട്ട് കൊടുത്തപ്പം ഇതിലിപ്പം ഒരു പൈനാപ്പിൾ ഉണ്ടായി. ഞങ്ങൾ ഇന്നലെ അത് എടുത്തു. അത് വലിയൊരു സന്തോഷാണ്. പിന്നെ നമ്മൾക്ക് ചെറുതായ രീതിയിൽ വെണ്ട, തക്കാളി, വഴുതന, വാഴ ഇതൊക്കെ നട്ടിട്ടുണ്ട്. അതിനെല്ലാത്തിനും തെങ്ങുണ്ട്. അതിനെല്ലാത്തിനും ഇതൊക്കെ നമ്മുടെ അഗ്രോ പ്രോഡക്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തെങ്ങിനൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. ഇട്ടുകൊടുത്ത എല്ലാ ഇതിനും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം വാക്കുണ്യൻ ഇത്രയൊക്കെ ഉള്ളൂ സാറേ പറയാനായിട്ട്. ഇന്നത്തെ ദിവസം